ഒരു മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന് മുകളിലൂടെ 2 മിസൈലുകൾ യമനിലെ ഹൂതി റിബൽസ് അയച്ചിട്ടുണ്ട്. ഇതിൽ 2 മിസൈലുകളെയും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പ്ലസ് മിസൈൽ വിരുദ്ധ സംവിധാനം ഇന്റർസെപ്റ്റ് ചെയ്തതായി ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇല്ല, അങ്ങനെയല്ല. നവാട്ടിം എയർബേസിൽ ഞങ്ങളുടെ മിസൈലുകളെ ഞങ്ങൾ കൃത്യമായി വിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഇസ്രായേലിന്റെ വ്യോമതാവളം F-35 ഹൗസിംഗ് ചെയ്യുകയാണ്. ഞങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അമേരിക്കയും ഇസ്രായേലും ചിന്തിക്കുകയാണെങ്കിൽ ഇതായിരിക്കും അവർക്കുള്ള ഒരു മറുപടി എന്ന് ഹൂത്തീസിന്റെ പക്കൽ നിന്നും ഒരു ക്ലെയിമും വന്നു. ഇതിനിടയിൽ സിറിയയുടെ പ്രസിഡൻഷ്യൽ പാലസ് ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ലോകം മുഴുവനും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വലിയ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇസ്രായേൽ, പാലസ്തീൻ, ഹമാസ്, ഹിസ്ബുള്ള ഇത് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളെ കൊണ്ട് ശരിയായി അറിയാൻ കഴിയുന്നില്ല. ഈ ഒരു ഗ്യാപ്പിൽ ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം, 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു 24 മണിക്കൂറിനുള്ളിൽ. ഇസ്രായേൽ പ്രദേശങ്ങളിലും സിറിയയുടെ സതേൺ പ്രദേശങ്ങളിലും കൂടുതൽ താമസിക്കുന്ന ഒരു വിഭാഗമാണ് ഡ്രൂസ് എന്ന വിഭാഗം. ഇസ്രായേലിന്റെ അതിർത്തികളിലാണ് ഇവർ കൂടുതലായും താമസിക്കുന്നത്. അവരുടെ പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ ഒരു 5 ലക്ഷം ആളുകൾ ഉണ്ടാകും. അവിടെയുള്ള മൈനോറിറ്റി ഗ്രൂപ്പാണ്. ഇവർക്കെതിരെയുള്ള ഒരു ആക്രമണം നിലവിൽ സിറിയ ഭരിക്കുന്ന ആ ഭരണാധികാരികളാൽ കഴിഞ്ഞ 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മരിച്ചവരുടെ കണക്കെടുത്ത് നോക്കിയാൽ 1, 2, 3 ദിവസം, ഈ 3 ദിവസം ഉണ്ടായ സംഘർഷത്തിലും 16-ലധികം പേർ മരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ ഡ്രൂസ് സമൂഹത്തിലുള്ളവരാണ്. ഇപ്പോ ഇസ്രായേലും ഡ്രൂസിനും ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ബന്ധം തന്നെയുണ്ട്. ഇസ്രായേൽ ആദ്യമായി ഒരു രാജ്യമായി രൂപം കൊണ്ടപ്പോൾ, അതായത് ഈ ലോകത്തിന് അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി പീപ്പിൾ ഇസ്രായേലിനെ പിന്തുണച്ചു. മാത്രമല്ല ഇസ്രായേലുമായി ഇവർക്ക് എത്രത്തോളം ഒരു ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ IDF ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസിലും ഇവരിലെ ചില ആളുകൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിനുള്ളിലും ഇവർ ജീവിക്കുന്നുണ്ട്. ഇസ്രായേലുമായി വളരെ അടുത്ത ബന്ധത്തിലുമുള്ളവരാണ്. അപ്പോ ഇവർക്ക് എതിരെയുള്ള ആക്രമണം സിറിയ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇസ്രായേലിനൊരു വലിയ തലവേദനയായി മാറി. ഇതിന്റെ ഫലമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സിറിയയിലുള്ള പ്രസിഡൻഷ്യൽ പാലസ്, തലസ്ഥാനമായ ഡമാസ്കസിലുള്ള കൊട്ടാരം, അതിന്റെ സൈഡ്സിലും കോംപ്ലക്സിനുള്ളിലെ ബിൽഡിംഗ്സിലും ഇന്നലെ രാത്രി ഇസ്രായേൽ അവരുടെ എയർ അറ്റാക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്തതിൽ ഗണ്യമായ തോതിലുള്ള നാശനഷ്ടവും അവിടെ സംഭവിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പും ഇസ്രായേൽ നൽകി. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രസിഡന്റും ചേർന്നാണ് ഈ ഒരു അറ്റാക്കിന് അംഗീകാരം നൽകിയത്. ഇത് ചെയ്തത് മാത്രമല്ല, രാവിലെ ഇസ്രായേലിന്റെ പ്രസിഡന്റ്, നിലവിലുള്ള പ്രസിഡന്റ് ഉറങ്ങി എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ സുഹൃത്തുക്കൾക്കോ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ജനങ്ങൾക്കും ഇവരെന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിച്ചാൽ, ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾക്ക് ഇവർ അവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഇസ്രായേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വ്യക്തമായ ഒരു മുന്നറിയിപ്പും നൽകി. അപ്പോ ഇസ്രായേലിന് ഇവിടെ എന്താണ് പ്രശ്നം? അവരുടെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ആക്രമിക്കുന്നതാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും പ്രോ ഇസ്രായേലിയൻ സൈഡിലാണ് ഉള്ളത്. അത് ഒരു കാര്യം. മറ്റൊന്ന്, സിറിയയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ഗെയിം ഈ കമ്മ്യൂണിറ്റിയെ വെച്ചാണ് നടക്കുന്നത്. ഇപ്പൊ സിറിയ പൂർണ്ണമായി ഇവരുടെ നിയന്ത്രണത്തിൽ വരികയാണെങ്കിൽ തുർക്കിയുടെ ഇൻഫ്ലുവൻസ് അധികമാകും. അവർക്ക് എതിരെയുള്ള ഒരു പോരാട്ടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവർക്ക് എതിരെയുള്ള ഒരു പ്രദേശമായി ഇതിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ഈ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ തീർച്ചയായും ആവശ്യമാണ്. പ്രാക്ടിക്കലി നോക്കിയാൽ ആ കമ്മ്യൂണിറ്റിക്ക് എന്ത് പ്രശ്നം വന്നാലും ഇസ്രായേൽ ചോദിച്ചേ മതിയാകൂ. ഈ കമ്മ്യൂണിറ്റി പീപ്പിൾസ് കൂടുതലായും താമസിക്കുന്ന പ്രദേശം സ്വേഡ എന്ന ഒരു പ്രദേശമാണ്. ഇത് സിറിയയിലുള്ള 14 ഗവേൺസിൽ ഒന്നാണ്. ഇത് ജോർദാന്റെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ജനങ്ങൾ പറയുന്നത്, ഞങ്ങൾ പ്രത്യേകം പോകാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ താമസിക്കുന്ന ഈ കൂടുതലുള്ള പ്രദേശത്തെ ഞങ്ങൾ പ്രത്യേകമായി മാറ്റാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനു മുൻപ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കാരണമായി കാണിച്ച് ഇസ്രായേലിന്റെ സഹായം ഇവർക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട്. അടുത്തറിയേണ്ടത് യമനിലുള്ള ഹൂത്തി റിബൽസ് ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് എയറോ ഡിഫൻസ് സിസ്റ്റം, താഡ് ഡിഫൻസ് സിസ്റ്റം, ഈ രണ്ടും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തിൽ ഒരു കവചമായി തന്നെ മാറിയിട്ടുണ്ട്. എന്നാൽ അത്രത്തോളം തന്നെ എഫക്റ്റീവായി ആ ഷീൽഡ് വർക്ക് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 50-50 ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വീഡിയോ പൂർണ്ണമായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വെറും 1 മണിക്കൂറിൽ 2 ബാലിസ്റ്റിക് മിസൈൽസ് യമന്റെ വടക്കൻ പ്രദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഹൂത്തി റിബൽസ് അയച്ചിട്ടുണ്ട്. ഇതിന് ഹൂത്തി റിബൽസിന്റെ സ്പോക്സ് പേഴ്സൺ ഒരു കാര്യം പറഞ്ഞു, ഇവ രണ്ടും ഹൈപ്പർസോണിക് മിസൈൽസ് ആണ് ഞങ്ങൾ അയച്ചത്. ഹൂത്തീസിന് പ്രത്യേകിച്ച് യാതൊരു ബാലിസ്റ്റിക് മിസൈൽസ് ആർസണലും ഇല്ല. കാരണം അവരുടെ പക്കൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇല്ല. ഇവരുടെ പക്കലുള്ള ഈ മുഴുവൻ മിസൈൽസും ഇറാന്റെ പക്കൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇറാന്റെ ഫട്ടാൽ പോലുള്ള ഒരു മിസൈൽ ഇവരുടെ പക്കലുണ്ട്. അതിന്റെ പേര് ഷെഡാബ് ആണ്. ഇതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേരിയന്റ്
പാലസ്തീൻ ഹൈപ്പർസോണിക് മിസൈൽ എന്നവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്നാൽ അത് തന്നെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആണ്. എന്നാൽ അതിന്റെ വാർഹെഡിൽ ചില മോഡിഫിക്കേഷൻസ് ചെയ്ത് പൂർണ്ണമായും ഇറാൻ അത് അവർക്ക് നൽകി. അതാണ് ഇവർ പലസ്തീൻ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. ഇത് യമനിൽ നിന്നും ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ വെറും 12 മുതൽ 13 മിനിറ്റിനുള്ളിൽ ഇസ്രായേലിലേക്ക് എത്തും. അതായത് യമനും ഇസ്രായേലിനും ഇടയിൽ ഏകദേശം ഒരു 2000 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം വെറും 12 മുതൽ 13 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മിസൈൽ റീച്ച് ചെയ്യും. അപ്പോൾ ഇതിനെ ആക്രമിച്ചിരിക്കുന്നത് ഒരു കാര്യമല്ല. എന്നാൽ യമന്റെ ഈ തീരദേശ പ്രദേശത്ത് നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ വന്ന് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ സൗദി അറേബ്യയുടെ എയർ സ്പേസ് ക്രോസ് ചെയ്യണം. ഇനി അതല്ല, ചെങ്കടൽ മേഖലയിൽ ഈ മിസൈൽ ട്രാവൽ ചെയ്ത് വന്നാലും സിനായ് പെനിൻസുല ക്രോസ് ചെയ്ത് വന്നേ മതിയാകൂ. അപ്പോ എങ്ങനെ നോക്കിയാലും ഇസ്രായേലിന്റെ വ്യോമാതിർത്തി റീച്ച് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ എയർ സ്പേസ് ബ്രീച്ച് ചെയ്തേ മതിയാകൂ. അങ്ങനെയുള്ള പ്രദേശം ഇപ്പോ ഈ ചെങ്കടൽ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെയുണ്ട്. സൗദി അറേബ്യ വഴി വരികയാണെങ്കിൽ അവിടെ അമേരിക്കയുടെ റഡാർ നെറ്റ്വർക്സും ഉണ്ട്. ശരി, ഇവ രണ്ടും വേണ്ട. ഇസ്രായേലിൽ തന്നെ ഏരിയ 512 എന്നൊരു സംവിധാനമുണ്ട്. ഇത് വളരെ രഹസ്യമായി നെഗവ് മരുഭൂമിയിൽ അമേരിക്കയുടെ റഡാർ സ്റ്റേഷനാണ്. അമേരിക്കയും ഇസ്രായേലും നിർമ്മിച്ച ഒരു റഡാർ സ്റ്റേഷനാണ്. ഇതിനെയാണ് ഏരിയ 512 എന്ന് പറയുന്നത്. ഇവിടെയുള്ള റോങ് റേഞ്ച് എക്സ്പാൻഡ് റഡാർസ് ഉപയോഗിച്ച് സൗദി അറേബ്യയും കഴിഞ്ഞുള്ള പ്രദേശങ്ങളെ, അതായത് ഒരു 3000 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരുന്ന ടാർഗറ്റ്സിനെ പോലും നിരീക്ഷിക്കാൻ വളരെ പവർഫുള്ളായ റഡാർ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇവയ്ക്കെല്ലാം അപ്പുറം ഇനി എങ്ങനെയാണ് ഈ മിസൈൽ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് നുഴയുക? ഇതൊരു വലിയ സംശയമാണ്. സത്യത്തിൽ ഇവയെല്ലാം വർക്കാവുകയാണെങ്കിൽ, അതായത് ഇസ്രായേലിന്റെ റഡാർ സ്റ്റേഷൻസ് അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിലുള്ള ആ ഷിപ്പ് മൗണ്ടഡ് റഡാർസ്, ഇവയെല്ലാം പ്രോപ്പറായി അവരുടെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ നുഴയുന്നതിന് മുൻപ് തന്നെ ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യും. അതായത് ജോർദന്റെ എയർ സ്പേസിനുള്ളിൽ ഇത് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടണം. അതല്ലാന്നുണ്ടെങ്കിൽ സിനായ് പെനിൻസുല ക്രോസ് ചെയ്യുന്നതിന് മുൻപ് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യണം. ഇനി അതുമല്ലെങ്കിൽ ചെങ്കടലിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടണം. എന്നാൽ ഇവിടെ ഈ ഇന്റർസെപ്ഷനൊക്കെ ഒരു അല്പം താമസിച്ചു പോയി. അല്ലെങ്കിൽ ഇവയിൽ നിന്നെല്ലാം ഹൂത്തികളുടെ മിസൈൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം ഈ ബാലിസ്റ്റിക് മിസൈൽസിനെ സംബന്ധിച്ച് അതിന്റെ റീ എൻട്രി ഫേസിൽ അതിനെ ആക്രമിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. കൂടാതെ അതിന്റെ മിഡ് കോഴ്സ് ഫേസ്, അതിനെ ട്രാക്ക് ചെയ്ത് ആക്രമിക്കുക എന്നുള്ളതും അതിലും കഠിനമായ കാര്യമാണ്. ഇപ്പോ സൗദി അറേബ്യയുടെ എയർ സ്പേസിന് മുകളിൽ ആ ഒരു മിസൈൽ പറക്കുമ്പോൾ, അല്ലെങ്കിൽ ജോർദാന്റെ എയർ സ്പേസിന് മുകളിൽ പറക്കുന്ന സമയത്ത് ഇവരെ കൊണ്ടത് ട്രാക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ താടെന്ന തെർമൽ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടുപോലും അതിന്റെ റീ എൻട്രി ഫേസിൽ മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ. അപ്പോ ഇവിടെ ഈ റഡാർസിനെ കൊണ്ട് മിഡ് കോർ ഫേസിൽ ഇന്റർസെപ്ഷന് കഴിയില്ല എന്നുണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ ഈ റീ എൻട്രി സ്റ്റേജസിൽ ഇവർക്കായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാകണം. പക്ഷെ അമേരിക്കൻ റഡാർസ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ റഡാർസ് ഇവർ ഈ മിസൈലിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ, അല്ലെങ്കിൽ ആ റഡാർ വേവ്സിലുള്ള ലൂപ്പ് ഹോൾസ് അവർ പ്രയോജനപ്പെടുത്തിയോ എന്നൊന്നും അറിയില്ല. അതായത് ഒരു റഡാറിന്റെ കവറേജും മറ്റൊരു റഡാറിന്റെ കവറേജും കംപ്ലീറ്റ് ആയി ഓവർലാപ്പ് ആകുന്നത് പോലെയാണ് ആ റഡാർ നെറ്റ്വർക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇതിലുള്ള ഈ ലൂപ്പ് ഹോൾസ് ഹൂത്തികൾ പ്രയോജനപ്പെടുത്തിയോ എന്നൊന്നും അറിയില്ല. എന്നാൽ അമേരിക്കയുടെ പക്കൽ അതിനവീന സാങ്കേതിക വിദ്യയുണ്ട്. 24 മണിക്കൂറും ലൈവായി ഹൂത്തികളുടെ ഈ തീരദേശ പ്രദേശങ്ങളെയും മിസൈൽ ലോഞ്ചിങ് സൈറ്റ്സിനെയും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇത് പോരാത്തതിന് ഇൻഫ്രാറെഡ് ബേസ്ഡ് മിസൈൽ വാർണിംഗ് റഡാർസ് നെറ്റ്വർക്ക് എന്ന ഒരു സംവിധാനവും അമേരിക്കയുടെ പക്കലുണ്ട്. അവ ചെയ്യുന്നത് ഏത് സമയവും ഹൂത്തീസിന്റെ നിയന്ത്രണത്തിലുള്ള ഏരിയയിൽ ഏതെങ്കിലും ഒരു മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കും. കാരണം ഇവർ അയക്കുന്ന അത്രയും മിസൈൽസും ട്രക്കിൽ കൊണ്ടുവന്ന് അതിനുശേഷം അവിടെ അസംബിൾ ചെയ്ത് പിന്നീടാണ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ കൂടുതൽ ഇൻഫ്രാറെഡ് വേവ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഉടൻ തന്നെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഇതിന്റെ കോർഡിനേറ്റ് താഴെയുള്ള റഡാർ സ്റ്റേഷൻസിലേക്ക് അയക്കും. ഈ ഒരു സംവിധാനത്തിലൂടെയും അമേരിക്കയ്ക്ക് പെട്ടെന്ന് ടാർഗറ്റ്സിനെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഈ ഒരു സംവിധാനത്തിന്റെ ലൂപ്പ് ഹോൾസും അവർ പ്രയോജനപ്പെടുത്തിയോ എന്നും അറിയില്ല. എങ്കിലും അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം ഇവിടെ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ മിസൈലിന് അവരെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിലുള്ള ലൂപ്പ് ഹോൾസ് കൃത്യമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിനകം തന്നെ ബ്ലൈൻഡ് സ്പോട്ട് പ്രയോജനപ്പെടുത്തി ഇസ്രായേലിന്റെ തലസ്ഥാനത്തിന് മുകളിൽ വെച്ച് തന്നെ ഒരു ഡ്രോണിനെ അവർ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട് ഈ ഹൂത്തീസ്. അതുപോലെ തന്നെ ഈ മിസൈലുകളെയും ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ അവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവർ പറയുന്ന ഈ ക്ലെയിംസ് എല്ലാം 90% വ്യാജമാണ്. കാരണം അനവാട്ടിയം എയർബേസിൽ യാതൊരു നാശനഷ്ടവും സംഭവിച്ചതുപോലെ തോന്നുന്നില്ല. അവിടെ ഇന്റർസെപ്ഷൻ സംഭവിച്ചു, അതിന്റെ വാർഹെഡ് താഴെ വീണ് പൊട്ടിത്തെറിച്ചു, പിന്നീട് അതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീണ് അവിടെ ചില ഫയറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ആ ഒരു ബേസിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്രത്തോളം നെറ്റ്വർക്സും കഴിഞ്ഞ് റഡാർ നിരീക്ഷണങ്ങളെ എല്ലാം കഴിഞ്ഞ്
ഹൂത്തികളുടെ ഒരു മിസൈൽ ഇങ്ങോട്ടേക്ക് വന്നു എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചിന്തിച്ചു നോക്കേണ്ടത്, ഈ ഹൂത്തികളെക്കാളും വളരെ സാങ്കേതികവിദ്യ അധികമുള്ള രാജ്യങ്ങൾ, അതിനവീന സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങൾ എത്രത്തോളം ഈ റഡാർസിനെ എവേറ്റ് ചെയ്ത് ശത്രുക്കളുടെ ഫെസിലിറ്റിയിൽ ആക്രമണം നടത്താൻ സാധിക്കും. ഹൂത്തികളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ അവരെക്കാളും 10 മടങ്ങ് സാങ്കേതിക വിദ്യയിൽ മുൻപിലുള്ള രാജ്യങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കില്ല? അങ്ങനെയാണെങ്കിൽ റഡാർ നെറ്റ്വർക്സിനെ വീണ്ടും നമ്മളൊന്ന് അധികമാക്കിയാലേ ശരിയാവുകയുള്ളൂ. അല്ലെങ്കിൽ മിസൈലുകളെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള റഡാറുകൾ ഓരോ രാജ്യവും വീണ്ടും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.